Hi guys, today I'm gonna introduce this book, A Diary of a Young Girl, Anne Frank. അപ്പോൾ ആൻ ഫ്രാങ്കിന്റെ ഹൈഡിങ് ഒളിവിൽ പോയ സമയത്ത് അവർ ഫാമിലി ആയിട്ട് സീക്രട്ട് അനക്സിയിൽ നെതർലാൻഡ്സിൽ താമസിക്കുന്ന സമയത്ത് ഡയറിയാണ് ഇത്. ആൻ ഫ്രാങ്കിന് 13th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങൊരു ആൻ ഫ്രാങ്ക് ഓരോ ഇവന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പിന്നീട് നാസി പട്ടാള കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ക്രൂരതകൾ ഉണ്ടായിരുന്നു, ഹിറ്റ്ലറിന്റെ കടുത്ത തീരുമാനങ്ങളെ പറ്റി നമുക്ക് പുറം ലോകം അറിയാനിടയായിട്ടുള്ള ഡയറിയാണിത്. അപ്പോൾ ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് 15 വയസ്സ് മാത്രം ആൻ ഫ്രാങ്ക് ജീവിച്ചിരുന്നിട്ടുള്ളൂ. സോ 1929 ജൂൺ 12th ആൻ ഫ്രാങ്ക് ജനിച്ചത് ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിൽ. പിന്നീട് അവിടെ നിന്ന് 30th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആൻ ഫ്രാങ്കിന് ഒരു ഡയറി. കിറ്റി എന്നാണ് വിളിക്കുക. ഡിയർ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ആൻ ഫ്രാങ്ക് ഡയറി എഴുതി തുടങ്ങാം. അപ്പോൾ ആ കിറ്റിൽ എഴുതിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ്, ടീനേജ് ആകുമ്പോൾ ആ കുട്ടിക്കുണ്ടാണ് ഹോപ്പ്, അതേപോലെ തന്നെ കൺഫ്യൂഷൻസ്, പിന്നെ എന്താവും, എല്ലാ ദിവസവും ഇന്ന് മരിക്കോ ജീവിക്കോ, ഇന്ന് പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയത്തോടു കൂടി ജീവിക്കുന്നത്. ഈ ഒരു കുടുംബത്തെ മാത്രമല്ല, എല്ലാ കുടുംബത്തിലും ആ സമയത്ത് ഒരു വംശത്തെ മുഴുവൻ കൊന്നൊടുക്കുന്ന ആ ഒരു നാസി ക്യാമ്പും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തുന്നു, ആ ഒരു പേടിയോട് കൂടി ജീവിക്കുന്നു. ഇപ്പം ഇവരുടെ ആൻ ഫ്രാങ്കിന്റെ ഫാമിലിയും ഫ്രണ്ട്സിന്റെ ഫാമിലി എല്ലാം കൂടി 8 മെമ്പേഴ്സ് ആയിട്ടാണ് അവർ സീക്രട്ട് അനക്സിയിൽ പോയിട്ടുള്ളത് അവരുടെ നെതർലാൻഡ്സിൽ. പിന്നീട് 1942 to 1944 വരെയുള്ള ആ ഒരു 25 months അടുത്ത് അവർ ഒളിവിലുണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ നമുക്ക് ഓരോ ദിവസം വായിക്കുമ്പോഴും നമ്മൾ ആ ഓരോ ദിവസവും അവളിലൂടെ കടന്നു പോകുന്ന പോലെ പിന്നീട് ഒരു ദിവസം വെച്ച് നിൽക്കുകയാണ്. 1944 ഓഗസ്റ്റ് ലാസ്റ്റ് ഡേ ഡയറി വരുന്നത് ഓഗസ്റ്റ് 1st ഐ തിങ്ക്. ഓഗസ്റ്റ് 1st 1944 ലാസ്റ്റ് ഡേ. പിന്നീട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ ആവും. പിന്നെ 1945 ആൻ ഫ്രാങ്ക് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റർ ഉണ്ട് മാർഗരറ്റ്. അപ്പൊ അവര് തമ്മിലുള്ള റിലേഷൻസ്, ഫാമിലിയിൽ ഉണ്ടാവുന്ന ഓരോ ഇവന്റ്സ്, പിന്നെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ലേ, ലൈക്ക് 2 year കഴിഞ്ഞ് 2 year ഫുൾ ആ ഒരു പിന്നീട് അവിടെ നിന്ന് ക്യാമ്പിലാണ് പോകുന്നത്, പിന്നെ മരിക്കുകയാണ്. അപ്പൊ ആകെ കൂടി സർവൈവ് ചെയ്തത് ഓട്ടോ ഫ്രാങ്ക്, ആൻ ഫ്രാങ്കിന്റെ അച്ഛനാണ്. ആൻ ഫ്രാങ്കിന്റെ അച്ഛൻ ആണ് പിന്നീട് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ പോകുമ്പോൾ അവിടെ വെച്ച് ഡയറി കിട്ടുകയും അത് പിന്നീട് പബ്ലിഷ് ചെയ്യുകയൊക്കെ ഉണ്ടായത്. ഓവർ 70+ ലാംഗ്വേജിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. സോ ആൻ ഫ്രാങ്ക് ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ദിവസത്തെ ഡയറീസിലെ കോട്ട് ഞാൻ വായിക്കാം. ഒന്ന് വെനസ്ഡേ 23rd February 1944. When I looked outside right into the depth of nature and God, then I was happy, really happy. പിന്നെ പറയുന്നത്, riches can all be lost, but that happiness in your own heart can only be veiled, and it will bring your happiness again as long as you live. As long as you can only fearlessly up into the heaven, as long as you know that you are pure within, and you will still find happiness, yours and അങ്ങനെയാണ് ഈ ദിവസം എഴുതിയിട്ടുള്ളത് ആൻ ഫ്രാങ്ക്. പിന്നെ ഇതിന്റെ പബ്ലിഷ് ചെയ്തത് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് പബ്ലിക്കേഷൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കുറേ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് കോൺടാക്ട് പബ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഇതിലത്തെ ലാസ്റ്റ് സമയത്തെ ഡയറിയിലും കൂടിയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടിങ് ആണുള്ളത്. It is really a wonder that I haven't dropped all my ideals, because they seem so absurd and impossible to carry out. Yet I keep them, because in spite of everything, I still believe that people are really good at heart. ഇങ്ങനെ ഒരു ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ ഈ ജൂതവംശത്തെ നശിപ്പിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു ടീനേജ്, ആ ഒരു ഇന്നസെന്റ് ഹാർട്ട്, പിന്നെ ആൻ ഫ്രാങ്കിന്റെ ആഗ്രഹം ഒരു എഴുത്തുകാരിയാവണം, ഒരു ജേർണലിസ്റ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആള് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ നാച്ചുറൽ നോക്കുമ്പോൾ ഒരു ഭയങ്കര പീസ് ആൻഡ് കാമായിട്ട് ഒരു ഹാപ്പിനെസ് പ്ലേസ് പോലെ നേച്ചറിനെ കണ്ടിരുന്നു. ഇതൊക്കെയാണ് ആൻ ഫ്രാങ്കിന്റെ ഈ ബുക്കിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഒരു വായിച്ചിരിക്കേണ്ട പുസ്തകമായിട്ടാണ്. ലൈക്ക് ഒരു എൻജോയ്, അങ്ങനെയല്ല, ഒരു 2 വർഷം എന്തൊക്കെ പീഡകളും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു കുട്ടി ആ ഒരു ഫാമിലി നേരിടുന്നത്, അതേപോലെ തന്നെയാണ് എല്ലാ ജൂതവംശത്തിലും ആ സമയത്ത് നേരിട്ടിരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. If a book is well written, I always find it too short എന്ന ജെയിൻ ഓസ്റ്റന്റെ ഒരു കോട്ടോട് കൂടി നിർത്തുന്നു. താങ്ക് യു.